സതൻ മെനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നീതു. ഇന്ന് സതൻ മെനുവിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയിലെ ഒരു വിഭവമാണ്. പുളിയിഞ്ചിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. അതേപോലെ തന്നെ വളരെ ഈസിയാണ്. പുളിയിഞ്ചി ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ഉണ്ടാക്കാറുള്ളത്. ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. സോ ഞാനിവിടെ പുളി ഏകദേശം ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ജ്യൂസ് നമ്മൾ എടുക്കണം. പിന്നെ ആവശ്യമുള്ളത് ഇഞ്ചിയാണ്. ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെക്കുക. അതുപോലെ തന്നെ പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കുക. പിന്നെ വേണ്ടത് ഉണക്കമുളകാണ്. ഞാൻ ഏകദേശം ഒരു 3 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം കായം. പിന്നെ വേണ്ടത് ശർക്കര, അതേപോലെ തന്നെ കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതേപോലെ തന്നെ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കടുക്, അതേപോലെ തന്നെ വെളിച്ചെണ്ണ. സോ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് ആവശ്യമുള്ളത്. നമ്മൾ ആദ്യം പുളി പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുത്ത് വയ്ക്കുക. അതേസമയം ഒരു കട്ടിയുള്ള ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ ആദ്യം തന്നെ താളിക്കുകയാണ് ചെയ്യുന്നത്. താളിച്ചിട്ട് അതിൽ തന്നെ ഇഞ്ചിയൊക്കെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ചില സ്ഥലത്തൊക്കെ അവസാനം താളിച്ച് ചേർക്കാറാണ് പതിവ്. പക്ഷെ ഞാനിവിടെ ഏകദേശം നമ്മുടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഏകദേശം 1/4 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമ്മളുടെ വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ചെറിയ തീയിൽ ഉണ്ടാക്കുക. കാരണം വറ്റൽമുളകൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇത് ഉണ്ടാക്കുക. കടുകൊക്കെ നന്നായി പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുക. എത്രത്തോളം ചെറുതാക്കി അരിയാൻ പറ്റുമോ അത്രത്തോളം നല്ലത്. കാരണം പെട്ടെന്ന് അതൊന്ന് മൂത്ത് കിട്ടും. ചില സ്ഥലത്തൊക്കെ വളരെ കുറച്ച് വെളിച്ചെണ്ണയിൽ ഇത് മൂപ്പിച്ചെടുക്കാറാണ് പതിവ്. എന്നിട്ട് അവസാനം താളിച്ചൊഴിക്കാറാണ് ചെയ്യാറ്. സോ ഇത് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഏകദേശം ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മളുടെ പച്ചമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക. ഞാനിവിടെ ഏകദേശം 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം ഒരു ചെറിയൊരു കഷ്ണം കായം ആഡ് ചെയ്ത് കൊടുക്കുക. കായം പൊടിയായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ചെറിയ കഷ്ണം കായം ഉണ്ടായിരുന്നു. ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആദ്യം കുറച്ച് ആഡ് ചെയ്തിട്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്താലും മതിയാവും. സോ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് പുളി പിഴിഞ്ഞൊഴിച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ആദ്യം 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. വീണ്ടും 1 ഗ്ലാസ് കൂടെ ആഡ് ചെയ്തിട്ട് വീണ്ടും അതൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് ആകെ 3 ഗ്ലാസ് പുളിയുടെ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ശർക്കര പോരാന്നുണ്ടെങ്കിൽ, അതായത് മധുരം കുറവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു ചെറിയ കഷ്ണം ശർക്കര ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം. ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് തിളയ്ക്കണം.
ഇപ്പോൾ നമ്മളുടെ പുളിവെള്ളമൊക്കെ ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് കുറുകണം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അഥവാ ഉപ്പ് കുറവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതല്ല മധുരം കുറവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിനി കുറച്ച് നേരം കൂടെ ഒന്ന് കുറുകണം. ഇപ്പോഴും അതിൻ്റെ പാകം എത്തിയിട്ടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് നേരം കൂടെ ഒന്നുകൂടെ തിളപ്പിച്ച് വയ്ക്കുക. അപ്പോൾ നമ്മളുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി. ഈ ഒരു തിക്നെസ് കിട്ടുന്നത് വരെ നിങ്ങൾ കുറുക്കിയെടുക്കണം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പുളിയിഞ്ചി എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഹാപ്പി കുക്കിംഗ്.